ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും റിയയും കൂടി ഫ്യൂഷൻ ബിസ്ട്രോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. അപ്പം കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു അവിടുത്തെ ബിരിയാണി നല്ല സൂപ്പറാണ്. അപ്പം ഞങ്ങൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളവിടെ പോയിട്ട് കപ്പ പുഴുക്കും ബിരിയാണിയും പിന്നെ ഒരു ഫിഷ് പൊള്ളിച്ചതുമായിരുന്നു ഓർഡർ ചെയ്തത്. ഞങ്ങൾ സ്റ്റാർട്ടേഴ്സൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അവിടുത്തെ ആംബിയൻസ് നല്ല രസമായിരുന്നു. അവിടെ കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് കുഞ്ഞി ചെയറൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾക്ക് ബിരിയാണി വന്നു. ഞങ്ങൾ ഒരെണ്ണമായിരുന്നു മേടിച്ചുള്ളൂ. രണ്ടുപേരും കൂടി ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, സോ ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. ബിരിയാണീൻ്റെ എക്സ്പെഷ്യലി ഇത് ചിക്കൻ അത് നല്ല ഫ്രൈഡ് ആയിരുന്നു, അത് നല്ല മസാലയായിരുന്നു. എനിക്ക് അവിടെ കഴിച്ചതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ്. ഞങ്ങൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബിരിയാണി നല്ല ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം അത് മൊത്തം കഴിച്ചു തീർത്തു. അതിനുശേഷമാണ് ഞങ്ങൾ കപ്പ എടുത്തത്. അപ്പോൾ കപ്പ ഞങ്ങൾക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങളത് പിന്നെ പാർസൽ ചെയ്യുമായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ഫിഷ് പൊള്ളിച്ചത് ഞങ്ങൾ ഓർഡർ ചെയ്തു. അത് നന്നായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ സൈഡിലത്തെ ഡെക്കറേഷനും അതും ഇതൊക്കെ നല്ല രസത്തിൽ അവർ ആക്ച്വലി നമുക്കത് പ്രസൻറ്റ് ചെയ്തു. ആൻഡ് വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് തുറന്നപ്പോൾ തന്നെ ഒരു നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അവരത് ഡെക്കറേറ്റ് ചെയ്തു. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അങ്ങനെയായിരുന്നു. ആൻഡ് ഫിഷ് പൊള്ളിച്ചത് ഞാൻ ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിരുന്നു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സോ അതെനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാനും കഴിക്കാനും ഒക്കെ. ആദ്യം അത് റിയ കഴിച്ചു നോക്കി. എന്നിട്ട് റിയ പറഞ്ഞു അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാനും ട്രൈ ചെയ്ത് നോക്കി. എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തിൻ്റെയോ ഒന്നിൻ്റെ കുറവ് എനിക്ക് തോന്നി. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പം അത് ഉപ്പാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പിന്നെ വലിയൊരു എരിവൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പം അത് ഇവിടെ ആയിരുന്നത് കൊണ്ടായിരിക്കും. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഫിഷ് പൊള്ളിച്ചത് മൊത്തം അതിൻ്റെ എല്ലും തൊലിയുമാക്കി മൊത്തം അതെടുത്തു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ബിരിയാണിയും ഫിഷ് പൊള്ളിച്ചതും കപ്പയും? നല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഭയങ്കര നല്ലായിരുന്നു. ചിക്കനൊക്കെ നല്ല ഫ്രൈഡ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. റൈസും ഒക്കെ നല്ല രുചിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി നല്ല പൊളിയായിരുന്നു. ചിക്കൻ ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഫിഷ് പൊളിച്ചത് ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ട് കുഴപ്പമില്ല. ഓക്കെ വലിയ രസമില്ല. എന്തോ നിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ജസ്റ്റ് എന്തോ പക്ഷെ എന്തോ മേ ബി ചിലപ്പോൾ ഞങ്ങൾ വയറ് നിറഞ്ഞുകൊണ്ട് ആയിരിക്കാം. ചിലപ്പോ മേ ബി ഞങ്ങൾ ബിരിയാണി ആദ്യം കഴിച്ചിട്ട് വയറ് നിറഞ്ഞായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്താ, ഞങ്ങൾ കപ്പ മൊത്തം കഴിക്കാൻ ബിരിയാണി പറ്റില്ല. ഞങ്ങൾക്ക് പപ്പടവും മുട്ടയും കിട്ടിയില്ല. അതാണ് ഞങ്ങളുടെ വിഷമം. അതെ. ആൻഡ് അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ആൻഡ് അവർക്ക് ഫ്യൂഷൻകാർക്ക് ഡെലിവറിയും ടേക്ക് അവേയും അവൈലബിൾ ആണ്. ഓക്കെ, ബൈ ബൈ. സീ യു.